സ്വപ്നം കാണുക, അങ്ങനെ ആനന്ദം നേടുക എന്നല്ലാതെ BJP കഴിയില്ല. കാരണം ഈ BJPയുടെ പ്രതിനിധിയുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ക്രൈസ്തവ സമൂഹമായാലും മുസ്ലിം സമൂഹമായാലും ഹിന്ദു സമൂഹമായാലും പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുവാനുള്ള എന്ത് സാധ്യതയാണുള്ളത്? അങ്ങനെ പ്രകടമായാൽ പോലും അത് LDF-നല്ലേ അനുകൂലമായി വരിക? ശ്രീ മഞ്ജുഷ്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് BJP വളരെ ആത്മാർത്ഥമായി തന്നെ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഏതാനും വർഷങ്ങളായി തുടരുന്ന ഒരു കാര്യമാണ്. ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, പ്രത്യേക അവസരങ്ങൾ, ക്രിസ്തുമസ് നയതന്ത്രം, ഈസ്റ്റർ നയതന്ത്രം, കേക്ക് നയതന്ത്രം, വൈൻ നയതന്ത്രം, പല രൂപത്തിലാണ് ഈ പേരുകൾ വരുന്നത്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് ഉണ്ടാകേണ്ടത് പൊതുവേ കേരളത്തിലാണ് എങ്കിൽ പ്രധാനമായും മധ്യ കേരളത്തിലെ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ മേഖലയിലെ പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, അല്ലെങ്കിൽ ഇടുക്കി ജില്ല, ഈ മേഖലയിലൊക്കെയാണ്. അവിടെ നടന്ന ഏറ്റവും ലേറ്റസ്റ്റായി വന്ന ഉരകല്ലെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അവിടെ കാര്യമായ മുന്നേറ്റം BJPക്ക് ഉണ്ടായതായി കണക്കുകൾ കാട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി വിജയസാധ്യതയുള്ളത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷനിലാണല്ലോ. ചെറിയ ചെറിയ ബോഡീസാണ് പഞ്ചായത്തുകൾ. അവിടെ ജയിച്ചു വരാൻ നിയമസഭ പോലെയുള്ളൊരു മാമത്ത് സ്ട്രക്ചറിൽ ജയിച്ചു വരാൻ ഉള്ള സാധ്യതയേക്കാൾ കൂടുതലാണ് ലോക്കലൈസ് ചെയ്ത് ശക്തി സമാഹരിച്ച് ജയിച്ചു വരിക എന്നത്. അങ്ങനെയുള്ള ക്രിസ്ത്യൻ പോക്കറ്റുകളിൽ LDF UDF പ്രധാന പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത്. ആകെയുള്ള ഒരു വ്യത്യാസം, ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ ചെങ്ങന്നൂർ നഗരസഭയിൽ മെച്ചപ്പെട്ട പ്രകടനവും, അതുപോലെ ചെങ്ങന്നൂരിൻ്റെ പരിധിയിൽ വരുന്ന 5 പഞ്ചായത്തുകളിൽ BJPക്ക് ശക്തമായ സാന്നിധ്യം ഉണ്ടാക്കാനും ഭരണത്തിലെത്താനും കഴിഞ്ഞു എന്നത് വേറിട്ടൊരു ചിത്രമായി വേണമെങ്കിൽ മാറ്റി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഇതുവരെ ടാഞ്ചിബിൾ റിസൾട്ട് ഉണ്ടായില്ല. അത് മാത്രമല്ല, വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെയും മിഷൻ ഫീൽഡുകൾക്ക് നേരെയും, അല്ലെങ്കിൽ പല രീതിയിലും അവർക്കെതിരെ നടക്കുന്ന വലിയ അത് സംഘപരിവാറിൻ്റെ ബ്രാഞ്ചസ് ആകാം, അതുമായി ബന്ധപ്പെട്ട ആളുകളാകാം, ഒറ്റപ്പെട്ട സംഭവങ്ങളാകാം. പക്ഷേ അതിൻ്റെ എല്ലാം തന്നെ തിക്തഫലം അനുഭവിക്കേണ്ടത് കഷ്ടപ്പെട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിലേക്ക് വേരോട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ BJPയുടെ പദ്ധതികൾക്കാണ്. നോക്കൂ, ക്രൈസ്തവർക്ക് ലഭിക്കാവുന്നതിൻ്റെ പരമാവധി സിംബോളിക്കായിട്ടെങ്കിലും ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ്, മധ്യ കേരളത്തിൽ നിന്ന് വരുന്നയാളാണ്. അതുപോലെ അനൂപ് ആൻ്റണി സംഘടനയുടെ ചുമതലയുള്ള വൈസ് പ്രസിഡൻ്റായി മാറിക്കഴിഞ്ഞു. തിരുവല്ല മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നു. അതുപോലെ PC ജോർജും ഷോൺ ജോർജും ശക്തമായ സാന്നിധ്യമാണ് പൂഞ്ഞാർ, ഈരാറ്റുപേട്ട മേഖലകളിൽ. അതുമാത്രമല്ല, AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി BJPയിൽ സംഘടനാപരമായ ചുമതലയുള്ള ഒരാളായി മാറിക്കഴിഞ്ഞു എന്ന് വേണ്ട വളരെ വലിയ നമ്പർ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫീൽഡ് ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെ വോട്ടായി മാറ്റിയെടുക്കണമെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കണം. There is an alternative, and BJP is the alternative to the left front. ഇവിടെ 2 horse race ആണ്. ഇവിടെ BJPക്ക് നൽകുന്ന വോട്ട് ഒരുപക്ഷെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയാകാം. അല്ലെങ്കിൽ ഭരണവിരുദ്ധതയുടെ പ്രധാന പ്രയോജനം എടുക്കേണ്ടത് മുഖ്യപ്രതിപക്ഷമാണല്ലോ. ഇപ്പോഴും കോൺഗ്രസും UDF തന്നെയാണല്ലോ കേരളത്തിലെ മുഖ്യപ്രതിപക്ഷം. അതുകൊണ്ട് ക്രൈസ്തവരെ ഉദ്ദീപിപ്പിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന ഒന്നും തന്നെയില്ല. ഇനിയാണ് അടുത്ത തന്ത്രം. BJPയും CPM-ഉം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമോഫോബിയ ചൂണ്ടിക്കാട്ടിയാണ് ഈ ന്യൂനപക്ഷങ്ങളെ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും വശീകരിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, AK ബാലൻ്റെ പ്രസ്താവന, ഇവിടെ മാറാട് മോഡൽ, UDF അധികാരത്തിൽ വന്നാൽ മാറാട് മോഡലിലുള്ള കലാപങ്ങൾ നിത്യസംഭവമാകും. ഒരു വലിയ പ്രൊജക്ഷനാണ് അത് എൻഡോഴ്സ് ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കണ്ടു. വേറിട്ട ചില സ്വരങ്ങളുണ്ടായി, LDF-നകത്ത് തന്നെ വേറിട്ട ചില സ്വരങ്ങളുണ്ടായി. അത് തള്ളിപ്പറയുന്ന പാർട്ടി ജനറൽ സെക്രട്ടറിയെ കണ്ടു. പക്ഷേ LDF-നുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു നറേറ്റീവ് പറഞ്ഞു വയ്ക്കുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈയാളുന്നത് യഥാർത്ഥത്തിൽ SDPI അല്ല എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. അങ്ങനെ 5ാം മന്ത്രിയല്ല, ഇനി മുസ്ലിം ലീഗ് ആണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും. വേണമെങ്കിൽ 5ാം മന്ത്രിയോ 6ാം മന്ത്രിയോ ചോദിക്കും. കൂടുതൽ സീറ്റുകൾ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കും. അവസാനം മുസ്ലിങ്ങളുടെ ഭരണമാണ് ഇവിടെ UDF-ൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത് എന്ന നറേറ്റീവ്. ഇവിടെ വോട്ടുകൾ വീണ്ടും ചിതറിപ്പോകും. ആ ഒരു നറേറ്റീവ് വന്നാൽ യഥാർത്ഥത്തിൽ BJPക്കും CPM-നും ആ ഒരു രീതിയിലുള്ള ഹിന്ദു കൺസോളിഡേഷൻ, അവിടെ ക്രിസ്ത്യൻ കൺസോളിഡേഷൻ അല്ല ഇവിടെ വരുന്നത്, അവിടെ ഹിന്ദു കൺസോളിഡേഷൻ. CPM-നാണ് നഷ്ടം വരാൻ സാധിക്കുന്നത്. BJPയിലേക്കും കുറേ വോട്ടുകൾ നീങ്ങും, CPM-ലേക്ക് കുറേ വോട്ടുകൾ നീങ്ങും. അങ്ങനെ ചിതറിപ്പോവും. ഭരണവിരുദ്ധ വികാരം രണ്ടായി ചിതറിപ്പോകുമ്പോൾ അതിൻ്റെ പ്രയോജനം CPM-നും. ഇങ്ങനെയുള്ള ഇസ്ലാമോഫോബിയ ഒരു വികാരമായി വരികയാണെങ്കിൽ, ചില വോട്ടുകൾ ചിതറിപ്പോയാൽ അതിൻ്റെ പ്രയോജനം CPM-നും BJPക്കും എല്ലാം കിട്ടുമ്പോൾ ആത്യന്തികമായി UDF-ന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവിടെ നിലവിൽ. ഡോക്ടർ G. ഗോപകുമാർ, അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ.
ഒരേ വോട്ട് ബാങ്കിൽ നിന്നാണ് ഇത്തവണ LDFും BJPയും വോട്ടുകൾ സമാഹരിക്കേണ്ടത് എന്ന്. അങ്ങനെ ഒരു സാമൂഹ്യ ചിത്രം ഉണ്ടായി വന്നു കഴിഞ്ഞില്ലേ ഇതിനകം തന്നെ? ഭരണവിരുദ്ധ വികാരം വോട്ടുകൾ മറ്റൊരു വശത്ത്, അത് സ്പ്ലിറ്റായി കഴിഞ്ഞാൽ അത് LDFന് അനുകൂലമാവും. പക്ഷേ ഈ ഒരേ വോട്ട് ബാങ്കിൽ നിന്ന് BJPയും LDFും വോട്ടുകൾ സമാഹരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ബാലന്റെ ഏറ്റവും അവസാനത്തെ പ്രസ്താവന വെച്ച് നോക്കുമ്പോൾ പോലും. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുകയാണ്. കാരണം സമീപകാലത്തായിട്ട് LDF ശ്രമിക്കുന്നതെല്ലാം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൺസോളിഡേഷന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ കലാശക്കൊട്ടിലാണ് ബാലൻ്റെ പ്രസ്താവനയും വന്നത്. അപ്പോൾ അത് ഞാൻ കാണുന്നത് ഈ ചില ആൾക്കാർ ഈ കളിയിൽ തോക്കാൻ നേരത്ത് കളിക്കുന്നൊരു കളിയുണ്ട്, അതേപോലത്തെ ഒരു കളിയാണ്. ഒരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആയിട്ടാണ് ബാലൻ്റെ പ്രസ്താവനയെ ഞാൻ കാണുന്നത്. കാരണം അത് കൂടുതൽ മൈനോറിറ്റി കൺസോളിഡേഷൻ മറുവശത്ത് ഉണ്ടാക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേസമയം LDF ആകെ പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വിഭാഗത്തിൽ, പ്രത്യേകിച്ച് OBC വിഭാഗത്തിൽ ഒരു ഗണ്യമായ ഒരു ഒഴുക്ക് BJPയിലേക്ക് പോയത് BJPയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാനും തീർച്ചയായിട്ടും തൃശ്ശൂരിൽ ജയിക്കാനും തിരുവനന്തപുരത്ത് മാറ്റിങ്കലിലും ഗണ്യമായ മുന്നേറ്റം നടത്താനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതേപോലുള്ള സംഭവം ഉണ്ടായാൽ ഇടതുപക്ഷത്തിന് ഇനി വലിയ ഭാവി ഉണ്ടാവില്ല. അതുകൊണ്ട് OBC വിഭാഗത്തെ, ഹിന്ദു വിഭാഗത്തിലുള്ള OBC വിഭാഗത്തെ തിരിച്ച് ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനൊരു കളി കളിച്ചാലേ പറ്റൂ എന്നുള്ളൊരു പരിശ്രമമാണ്. അത് എനിക്ക് തോന്നുന്നില്ല അത് വലിയൊരു വിജയം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന്. കാരണം ഇപ്പോൾ ആൻറ്റി മുസ്ലിം പറയുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാകേണ്ടത് BJPയാണ്. അത് പറയേണ്ട അതിൻ്റെ ഒരു എക്സ്ട്രീം പൊസിഷനിൽ പരമ്പരാഗതമായി BJPയെ അങ്ങനെ കണ്ടിരുന്നവരുമുണ്ട്. പക്ഷേ ഇത് അതേ നാണയമാണ് ഇടതുപക്ഷം ഉപയോഗിക്കുമ്പോൾ രണ്ടു കൂട്ടരും ഒരേപോലെ ഹിന്ദു വോട്ട് ബാങ്കിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ ഹിന്ദു വോട്ട് ഷെയർ എത്രയാണെന്ന് അറിയാവുന്നവർക്ക് ഇതൊരു തമാശയായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാലൻ ശ്രമിക്കുന്നതും ഇല്ലെങ്കിൽ CPM ആ നിലയ്ക്കൊരു നടപടി എടുക്കുന്നതും ഒരിക്കലും ഗുണകരമാണെന്ന് തോന്നുന്നില്ല. ഇതിനു പുറമെ ഭരണവിരുദ്ധ വികാരവും കൂടി ശക്തമായി നിൽക്കുന്നതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇത്തരം ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ. പക്ഷെ നമ്മൾ ആ രീതിയിൽ അതിന് ആ ഒരു നറേറ്റീവ് കൊടുക്കുന്നതുകൊണ്ടല്ലേ ഗോപകുമാർ, CPMഉം LDFും കൊടുക്കുന്ന നറേറ്റീവ് മറ്റൊരു രീതിയിലുള്ളതാണ്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്ന രീതിയിലാണ് ബാലൻ പറഞ്ഞത് എന്നാണല്ലോ അതിന്റെ വ്യാഖ്യാനം വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നേരെ റിവേഴ്സാണ് അതിന്റെ എഫക്റ്റ് വരിക. അങ്ങനെ CPMഉം LDFും പറയുന്നത് ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ട് എങ്കിൽ. അത് ബാലൻ പിന്നീട് തിരുത്തിയതാണ്. കാരണം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ തന്നെ ഇത് പറഞ്ഞു, ബാലൻ പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് പറയുന്നുണ്ട്. പിന്നീട് ബാലൻ തന്നെ പറഞ്ഞു, ഞാൻ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചതല്ല എന്ന്, ജമാഅത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, SDPയാണ് ഉദ്ദേശിച്ചത്, PFA ആണ് ഉദ്ദേശിച്ചത് എന്നിങ്ങനെ ന്യായീകരണങ്ങളൊക്കെ വന്നു. ആ ന്യായീകരണങ്ങളൊക്കെ വരുമ്പോഴും അവിടെ നമുക്ക് കാണാവുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് ഇവിടെ ഒരു മുസ്ലിം മൈനോറിറ്റി പൊളിറ്റിക്സ് വരാൻ പോകുന്നു. അടുത്ത 5 കൊല്ലം കേരള രാഷ്ട്രീയം നിശ്ചയിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ളൊരു നറേറ്റീവ് സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴും LDFന്റെ കൂടെ ഇന്റർനാഷണൽ ലീഗ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. മറ്റു ചില ചെറിയ കക്ഷികളുമൊക്കെ അവരുടെ പിന്തുണയുണ്ട്. ഒരു കാലത്ത് ജമാഅത്തയുടെ പിന്തുണ ലെഫ്റ്റിന് കിട്ടിയെന്നുള്ളതൊക്കെ ഇവിടെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വർഗീയത ഒരു വശത്തേ ഉള്ളൂ മറുവശത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാനും വിഷമമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ സ്ട്രാറ്റജി തിരിച്ചടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് ഇടതുപക്ഷത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമുള്ളൊരു തിരിച്ചടിക്ക് കാരണമാക്കും. കാരണം BJP എന്തായാലും BJPയുടെ നിലപാട് ഹിന്ദു കൺസോളിഡേഷൻ ആണെന്ന് കേരളത്തിൽ പറയുന്നില്ല. കേരളത്തിൽ അത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് നന്നായിട്ട് BJPക്ക് അറിയാവുന്നതുകൊണ്ട് അവർ പ്രഥമമായിട്ട് എടുത്തിരിക്കുന്ന മുൻഗണന വികസനത്തിനാണ്. രണ്ടാമതായി അവർ പറയുന്നത് വിശ്വാസ സംരക്ഷണം, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം. മൂന്നാമതാണ് ഈ വർഗീയത രാഷ്ട്രീയ പാർട്ടികളിലുള്ളത് മറ്റ് രീതിയിൽ ഹിന്ദു വിശ്വാസത്തെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ചെറിയൊരു ധ്വനി. അപ്പോൾ അതിന് 3ാം സ്ഥാനമേ കൊടുക്കുന്നുള്ളൂ. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡെവലപ്മെന്റിനും, സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് ശബരിമലയ്ക്കുമാണ്. പക്ഷേ കോൺഗ്രസും തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരത്തിൽ ശബരിമല ഫാക്ടറിന് തന്നെയാണ് കൂടുതലും. അതിലും ഇപ്പോൾ BJP വന്നുകൊണ്ടിരിക്കുന്നത്. അതിലും ഇപ്പോൾ 2019 സ്ഥിതിയാണെങ്കിലോ 2019 അവിടെ UDFനാണ് അനുകൂലമായി വന്നത് സ്ത്രീ പ്രവേശന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.